ഇത്രയും ഉളുപ്പും നാണവും മാനവുമില്ലാത്ത മനുഷ്യർ ലോകത്ത് അപൂർവമെന്നല്ല അത്യപൂർവമാണ്. പിണറായി വിജയനെ പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന കുറേ പേരാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. നിയമസഭയിൽ പോലും കല്ലുവെച്ച നുണ പറയാൻ മടിയില്ലാത്ത, തോറ്റു തുന്നം പാടിയിട്ടും പ്രതിപക്ഷ നേതാവായി വേണ്ടെന്ന് മൂന്നാം കിട അന്തം കമ്മികൾ പറഞ്ഞിട്ടും വീണ്ടും കുളയട്ടെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതുമാത്രമല്ല, എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി വിഷയത്തിലേക്ക് വരാം. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളെ ഒന്നാകെ കബളിപ്പിച്ച മരം കൊള്ളക്കാരൻ ആൻഡോ അഗസ്റ്റിൻ. തെളിവുകൾ സഹിതം ഇവന്മാർ കാണിച്ച കള്ളങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇത്തിരിയെങ്കിലും നാണവും മാനവും ഉള്ളവനായിരുന്നെങ്കിൽ നുണകൾ മാത്രം പടച്ചുവിടുന്ന റിപ്പോർട്ടർ ചാനൽ പൂട്ടി ഇവനൊക്കെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. എന്നാൽ യാതൊരു എളുപ്പമില്ലാതെ ഇന്നലെ രാത്രി ആൻഡോ അഗസ്റ്റിൻ സ്വയം ന്യായീകരിച്ച് ഒരു കുറിപ്പുമായി വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ പറയാം, അതിനുശേഷം ബാക്കി പറയാം. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തലക്കെട്ടിലാണ് ആൻഡോയുടെ കുറിപ്പ്. നാടിന് നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ സഹായിക്കണം എന്ന സർക്കാരിൻ്റെ ആവശ്യത്തിന് നിരുപാധികം പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന കുറ്റത്തിനാണ് ദിവസങ്ങളായുള്ള ഈ കല്ലേറും കുരിശേറ്റവും. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് പകരം ഇതേ കാര്യം ചെയ്യാൻ അവസരമുണ്ടായിരുന്ന കേരളത്തിലെ സഹമാധ്യമങ്ങളാണ് ഈ വേട്ടയാടലിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യമാണ് ഏറ്റവും വേദനാജനകം. കിട്ടിയ അവസരത്തിൽ റിപ്പോർട്ടർ ടിവിയെ കുഴിച്ചുമൂടാൻ ഓവർ ടൈം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോടാണ് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ദിവസങ്ങളായി നിങ്ങൾ നൽകി വരുന്ന വാർത്തയിലെ വസ്തുത തെളിയിക്കാൻ നിങ്ങൾ തന്നെ ഉയർത്തിയ ഈ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. 1. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ? 2. AFAക്ക് പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന് വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 3. കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? 4. പണം അയച്ചതിന് കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ? 5. AFAയിൽ നിന്നും 55 കോടി RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 6. ഈ ആശയം സർക്കാരിന് മുന്നിൽ വെച്ച ഗോട്ട് ആർട്ട് എന്ന കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, മനോരമ, 24, മാതൃഭൂമി, മീഡിയ 1 തുടങ്ങിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളിലെ ഏതെങ്കിലും ഒരു വാദം തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാൻ ഞാൻ തയ്യാറാണ്. വരുന്ന 48 മണിക്കൂറിൽ തുറന്ന സംവാദത്തിന് തയ്യാർ. പൂർണ്ണമായും എഡിറ്റുകളില്ലാതെ അത് ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൈവായി പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ടർ TV തയ്യാർ. വെല്ലുവിളി ഏറ്റെടുക്കുമോ? അത് കഴിയില്ലെങ്കിൽ മാധ്യമ വിചാരണ ചെയ്ത് ആളെ ശിക്ഷിക്കാൻ ഇത് വെള്ളരിക്കാപ്പട്ടണമല്ല. നിങ്ങൾ പറഞ്ഞത് സത്യമെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ജനാധിപത്യ ഇന്ത്യയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇങ്ങനെയാണ് ആൻഡോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും മെനകെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, കേട്ടിട്ട് പോലുമില്ല. ഇക്കാര്യങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നിട്ടും കള്ളം പറയാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അത് അപാരമെന്നല്ല അത്യപാരമെന്നേ പറയാൻ പറ്റൂ. ആൻഡോ അക്കമിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം തെളിവുകളായി പുറത്തു വന്നതാണ്. ഇനി അതങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ടത് ആൻഡോയാണ്. ഈ ആശയം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ച ഗോട്ട് ആർട്ട് എന്ന കമ്പനിക്ക് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് ആൻഡോപ്പൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഗോട്ട് ആർട്ടിൻ്റെ മേൽവിലാസവും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മേൽവിലാസവും ഒന്നു തന്നെയാണെന്ന് തെളിഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതൽ പറയാതിരിക്കുന്നതാണ്, പറയിപ്പിക്കാതിരിക്കുന്നതാണ് ആൻഡോയ്ക്ക് നല്ലത്. ഇയാൾക്ക് ആകെ പിന്തുണ കൊടുക്കുന്നത് അന്തം കമ്മികൾ മാത്രമാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് റിപ്പോർട്ടർ എന്ന നുണമാധ്യമം.